ഹായ് ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പലവരും നമ്മുടെ ബിഗോണിയയുടെ കളക്ഷൻസിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നേ ഞാനൊരു ബിഗോണിയയുടെ ഓൺലൈനായിട്ടുള്ളൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല വീഡിയോയിലും കമൻറ്റ് വരാറുണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് കാണിക്കുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ബിഗോണിയയുടെ കളക്ഷൻസിൻ്റെ ഒരു സെക്ഷനിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ബിഗോണിയ കളക്ഷൻസിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടെയുള്ള ബിഗോണിയ കളക്ഷൻസ്. അപ്പോൾ ഞങ്ങളിതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് വീടിന് മുകളിലാണ്. വീടിന് മുകളിലെന്ന് പറയുമ്പോൾ ഓവറായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ഒന്നും അല്ല, ഇത് നല്ല തണലുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ബിഗോണിയ നല്ലപോലെ വളരാനായിട്ട് നല്ലപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണിത്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു സിൽവർ കളറിലെ ലീഫായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നല്ലപോലെ സ്റ്റെമ്മ് നീളം വെച്ച് വരുന്നൊരു പ്ലാന്റ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. സ്റ്റെം കട്ടിങ്സിൽ നിന്ന് നല്ല ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അധികം ചീഞ്ഞു പോകുന്ന ടൈപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു ബിഗോണിയ അല്ല ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് അന്ന് ഞാൻ അൺബോക്സ് ചെയ്ത ഒരു കൂട്ടത്തിലുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റ് നല്ലപോലെ ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ എല്ലാ പ്ലാന്റ്സും ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ നഷ്ടമായി. പിന്നെ ഈ കാണുന്നൊരു പ്ലാന്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെം കട്ടിങ്സിൽ നിന്ന് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ് ഫുള്ള് ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണ്. അധികം കട്ടിയൊന്നും വരുന്നില്ല ഇതിൻ്റെ ലീഫിന്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെമ്മ് നീളം വെച്ച് വരുന്ന ടൈപ്പല്ല. ഇതിൻ്റെ ആ ലീഫ് തന്നെ ചുവട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീളം വെച്ച് വന്നിട്ടാണ് അതിൻ്റെ ലീഫ് വരുന്നത്. നല്ലപോലെ കുട പോലെ നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ഇപ്പോൾ ചെറിയ ചെറിയ ലീഫിലാണ് നിൽക്കുന്നത്. ഇത് നല്ലപോലെ വലിപ്പം വെക്കുന്ന ലീഫാണ്. ഒരു പ്രത്യേകതരം ഷേപ്പിലുള്ളൊരു ലീഫ് കൂടിയാണ് അതിൻ്റെ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സിൽവർ കളറിലെ പാച്ചസ് ഒക്കെ വന്നിട്ട് അതിൻ്റെ വെയിൻസിലൊക്കെ ഒരു പ്രത്യേകതരം കളറിലൊരു ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു പ്ലാന്റാണ്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിടിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് മിക്കവാറും എല്ലാവരുടെയും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് അടിയിലൊരു റെഡ് കളറിലായിട്ടുള്ള ഒരു ലീഫുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് അത് നിൽക്കുന്നത് കാണാൻ. നല്ലപോലെ തന്നെ കുട പോലെ പിടിച്ചു വരുന്ന ഒരു പ്ലാന്റാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതൊരു റെഡും ഗ്രീനും കളറിലെ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു സ്പ്രെഡ് ചെയ്ത് പിടിക്കുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റെം കട്ടിങ്സിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് കാണുമ്പോൾ നമുക്ക് ഒരു ഗ്രീൻ കളറിലെ ഒരു നോർമൽ പ്ലാന്റ് ആയിട്ട് തോന്നും. പക്ഷേ മറ്റുള്ള ബിഗോണിയകളിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഒരു ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. മറ്റുള്ള ബിഗോണിയകൾ പോലെയല്ല, ഇതിൻ്റെ ലീഫിന് കുറച്ച് കട്ടി കൂടുതലാണ്. പിന്നെ ഒരു ഹെയറി ലൈക്ക് സ്ട്രക്ചർ ഇതിനില്ല. നമ്മൾ ഇതിൻ്റെ ഇലകൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് നോക്കിയാൽ തന്നെ കാണാൻ നല്ലൊരു പ്രത്യേകതരം ഷെയ്ഡൊക്കെ വന്നിട്ട് ഒരു വേറിട്ടൊരു ഡിസൈനിലൊക്കെ ഉള്ള ഒരു ബിഗോണിയാണ്. ഇത് നമ്മൾ ആദ്യമേ കണ്ട ഒരു പ്ലാന്റിൻ്റെ തന്നെ ഒരു വലിയൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടത് ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കട്ടിങ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കട്ടിങ്സിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ ഈ ഇരിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഒരു കാറ്റസ് ആണ്. പിന്നെ ഈ ഇരിക്കുന്നതും നമ്മൾ ആദ്യമേ കണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് തന്നെയാണിത്. ഒരു ഗ്രീൻ ഷെയ്ഡും അതിൻ്റെ അടിയിലൊരു റെഡ് ഷെയ്ഡും വരുന്ന ഒരു പ്ലാന്റ്. ഒരു ചെറിയൊരു ഹെയർ ലേക്ക് സ്ട്രക്ചറും അതിൻ്റെ ലീഫിലുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളൂ അത്. ഇനി അടുത്തതൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടൊരു സിൽവർ കളറിലെ ഒരു ലീഫായിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് ഞാൻ അന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു പ്ലാന്റ് ഞാൻ അന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ ഒരു ഫ്രില്ല് പോലത്തെ ഡിസൈനൊക്കെ വരും. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ എൻ്റെ ലീഫൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നിലത്തൊന്ന് മുട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെം അവിടെ നിൽപ്പുണ്ട്. സ്റ്റെമ്മിൽ നിന്നും പുതിയ പ്ലാന്റ്സ് വരും. പിന്നെ ഈ ലീഫിൻ്റെ പ്രൊപ്പഗേഷനും ഈ ഒരു രീതിക്കാണ്. അപ്പോൾ പ്രൊപ്പഗേറ്റ് ആയതൊന്നും ഇരിപ്പില്ല കാണിച്ചു തരാൻ. ഇതിൻ്റെ ഈ ഒരു വെയിൻസിൽ നിന്നൊക്കെ വേര് വന്നിട്ട് പുതിയൊരു പ്ലാന്റ് അതിൻ്റെ അകത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ആയിട്ട് വരും. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെ വേറൊരു പോട്ടിൽ നിൽക്കുന്നതാണ്. ഒരു റെഡും ഗ്രീനും കോമ്പിനേഷൻ ആയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു പ്ലാന്റ് നമുക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ വെയിൻസിലൊക്കെ നല്ലൊരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളർ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ബിഗോണിയ പ്ലാന്റ് ആണിത്. ഇത് ഞാനന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതിലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന പ്ലാന്റ് ഞാനന്ന് ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു അൺബോക്സിങ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കയറി കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയാൻ നേരം ഇതിൻ്റെ ലീഫിലൊരു നല്ലൊരു ടെക്സ്ചർ ആയിട്ടുള്ളൊരു ലീഫാണ്. നല്ല കട്ടിയുള്ള ലീഫാണ്. നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റ് കാണാൻ. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ഞാനന്ന് ഓൺലൈനായിട്ട് വാങ്ങിയത് തന്നെയാണ്. ഇതിനും നല്ലൊരു ഗ്രോത്ത് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതും ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെ വേറൊരു ടെക്സ്ചർ വരുന്ന വേറൊരു ഗ്രേഡിയൻ്റ് വരുന്നൊരു ലീഫാണ്. ഇത് ഞാൻ അന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഒരു ബിഗോണിയ തന്നെയാണ്.
ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു വൈറ്റ് കളറിലെ ലീഫ് വരുന്ന ഈ പ്ലാന്റും അന്ന് ഓൺലൈനായിട്ട് വാങ്ങിയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഓൺലൈനായിട്ട് വാങ്ങിയതെന്ന് എടുത്ത് പറയാൻ കാരണം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പിന്നീട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു 4-5 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, അന്ന് 20 പ്ലാന്റ്സ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 20 പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു 10 പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു 10 to 12 പ്ലാന്റ്സ് ഞങ്ങൾക്ക് ഒന്ന് റെസ്ക്യൂ ചെയ്ത് നല്ലപോലെ വളർത്തിയെടുക്കാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള പ്ലാന്റ്സ് നല്ല ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അതാണ് ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഇപ്പോൾ പലർക്കും ഇതിൻ്റെ പോട്ടി മിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ ആ പോട്ടി മിക്സും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ വളങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കയറി കാണുക. അതിൻ്റെ പോട്ടി മിക്സും കെയറിങ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വെയിൽ കിട്ടാത്ത ഏരിയ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അധികം വെയിലില്ലാത്തൊരു ഏരിയയിൽ വേണം ഈ ഒരു ബിഗോണിയാസ് ഒക്കെ വെക്കാനായിട്ട്. നല്ല ഷെയ്ഡി ആയിട്ടുള്ള റീജിയനിൽ നല്ല കൂളായിട്ടുള്ള ഒരു പ്ലേസിൽ പ്ലേസ് ചെയ്താലേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ഇതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു രാവിലെയുള്ള ഒരു കുറച്ച് വെയിൽ, ഒരു ചരിഞ്ഞൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ കളർഫുള്ളായിട്ട് ബിഗോണിയാസ് വളരാനായിട്ട് ചാൻസ് കൂടിയൊരു ഏരിയ ആണ്. പിന്നെ ഞങ്ങളിവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ബിഗോണിയാസും പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെറ്റൽ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ കടയിൽ പറഞ്ഞ് പണിയിപ്പിച്ച ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടുത്തെ ബിഗോണിയ കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ബിഗോണിയനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കയറി കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.